സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടക്കുന്ന ആശാവർക്കർമാരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ടാണ് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ പ്രവർത്തകരും നേതാക്കന്മാരും ഇടമുളയ്ക്കൽ പഞ്ചായത്ത് ഓഫീസിനു മുൻപിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. KPCC സെക്രട്ടറി സൈമൺ അലക്സ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രത്യക്ഷമായി പിന്തുണ കൊടുക്കാതെ ആരംഭിച്ച ഒരു സമരം ഇന്ന് കേരളത്തിലെ സമസ്ത വിഭാഗം ആളുകളും ആ സമരം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-കാരും CIT-കാരും ഇന്ന് ആ പാവപ്പെട്ട ആശാവർക്കർമാരെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ കടന്നുപോകുകയാണ്. ഇന്നലെ പ്രിയങ്കരനായ പഴയ എഴുത്തുകാരനും CPM-ന്റെ താത്വികനുമായിരുന്ന P. ഗോവിന്ദപിള്ളയുടെ മകൾ സെക്രട്ടറിയുടെ നിലയിൽ വന്നിട്ട് ആ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഒരുപക്ഷെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPM-ഉം ഈ രാജ്യം സംസ്ഥാനം ഭരിക്കുമ്പോൾ കേരളത്തിൽ തൊഴിലാളി വർഗ സമരങ്ങളിലൂടെ കടന്നു വന്ന് അധികാരത്തിന്റെ ശീതളഛായയിൽ മയങ്ങുന്ന ഈ ഗവൺമെന്റിന് ഇവരുടെ ആവശ്യങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. വെറും 7000 രൂപയാണ് അവർക്ക് ഓണറേറിയമായി കൊടുക്കുന്നത്. ആശാവർക്കർമാർ അവരുടെ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയുടെ 10 മടങ്ങ് ജോലി ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി അവരുടെ മേലെ അടിച്ചേൽപ്പിക്കുമ്പോൾ അവർക്ക് ന്യായമായ ഒരു കൂലി വർധനം ഉണ്ടാകണമെന്ന് പറയുന്നതിനോടൊപ്പം നിൽക്കുവാനേ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിയുള്ളൂ. പ്രതിഷേധത്തിനൊടുവിൽ സർക്കാർ ഉത്തരവ് കത്തിച്ചു. സംസ്ഥാനത്ത് സമസ്ത മേഖലയിലും ആരോഗ്യ മേഖലയിൽ പ്രത്യേകിച്ചും ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന തരത്തിലേക്ക് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാർ തുച്ഛമായ ഓണറേറിയം വാങ്ങിക്കൊണ്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 10 പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുമ്പോഴാണ് ഒരു മാസം അവർക്ക് 7000 രൂപ ഓണറേറിയമായി ലഭിക്കുന്നത്. ജീവിത നിലവാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി വലിയ സമരത്തിലാണ്. ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി മുന്നോട്ട് വരികയും എല്ലാ മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ എല്ലാ പഞ്ചായത്ത് ഓഫീസിന്റെ പടിക്കലും ഒരു സമര പരിപാടി സർക്കാർ ഉത്തരവ് കത്തിച്ചുകൊണ്ട് ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങുകയാണ്. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.